നമുക്കിന്ന് ആന്തൂറിയം പൂക്കൾ ഉണ്ടാക്കാം. ആദ്യമായിട്ട് ഒരു പേപ്പർ കുഴലുണ്ടാക്കും. ഇക്കല എന്തെങ്കിലും വെച്ചിട്ട് പേപ്പർ ചുറ്റി നമുക്കൊരു കുഴലുണ്ടാക്കാം. ഇനി നമുക്ക് ആ കുഴലിൻ്റെ അറ്റത്ത് ടിഷ്യൂ പേപ്പർ ചുറ്റാം. ഇനി ഈ കുഴലിന് പകരം നമുക്ക് വേണമെങ്കിൽ കമ്പി കൊടുക്കാം. അപ്പോൾ കമ്പിയിൽ എങ്ങനെയാണ് കാണിച്ചത് ടിഷ്യൂ പേപ്പർ നമ്മൾ ചുറ്റി കുറേ ദൂരമൊന്നും വേണ്ട. ചുറ്റി വണ്ണം കൂട്ടിയെടുക്കുക. ഇങ്ങനെ ചുറ്റിയെടുക്കുക. ഇനി അതിൻ്റെ മീതെ നമ്മൾ മഞ്ഞ പേപ്പർ ചുറ്റിയെടുക്കാം. ആദ്യം തന്നെ വേണമെങ്കിൽ മഞ്ഞ പേപ്പർ ചുറ്റിയെടുക്കാം. നല്ല വണ്ണത്തിൽ ഇതേപോലെ വണ്ണത്തിൽ കുറേ പ്രാവശ്യം ചുറ്റേണ്ടിയിരുന്നേ ഉള്ളൂ. ഇതുപോലെ മഞ്ഞ ചുറ്റിയെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം, ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ട് അതിൻ്റെ മീതെ പശയാക്കി മഞ്ഞൾപ്പൊടിയും നമുക്ക് ഈ ആന്തൂറിയം പൂവുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കാം. ഇത് നല്ല വണ്ണത്തിൽ ഇത് മുഴുവനായിട്ട് അങ്ങനെ മഞ്ഞയും ചുറ്റിടും. ഇനി ഇതാ ചുമന്ന പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരു ഹാർട്ടിൻ്റെ രൂപത്തിൽ വരയ്ക്കാം. ഇവിടെ നിങ്ങളുടെ വരച്ച് നമുക്കത് വെട്ടിയെടുക്കാം. ഇനി ഇവിടെ കൊടുത്ത് നമുക്ക് ഇവിടെ ഇതുപോലെ ഇങ്ങനെ ഒട്ടിക്കാം. ഇങ്ങനെ ഒട്ടിച്ച് അല്ലെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ടും ഒട്ടിക്കാം. നമ്മളിതിങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങോട്ട് ഒട്ടിക്കാനും പറ്റും. ഒട്ടിച്ചെടുത്ത് ഈ ഒട്ടിക്കണേൻ്റെ നമുക്ക് ഏതെങ്കിലും വെട്ടിയിട്ട് അതൊന്ന് ഇങ്ങനെയും കൂടി മടക്കും കൂടി ചെയ്യാം. ഇതൊരു നാല് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്കൊന്ന് മടക്കാം. ഇങ്ങനെ മടക്കി എടുത്തതിന് ശേഷം നമ്മൾ ഒട്ടിക്കും. ഒട്ടിക്കും. ഇനി നമ്മൾ ഒരു കുഴലുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഈ കമ്പി നമുക്ക് ഈ കുഴലിൻ്റെ ഉള്ളിൽ കൂടി വയ്ക്കാം. അപ്പം നല്ല തണ്ടിന് നല്ല നീളം കിട്ടും. നന്നായിട്ട് ഇറങ്ങി പൂവിൻ്റെ പണി കഴിയും. ഇനി നമുക്ക് പച്ച ഇലയും അതേപോലെ തന്നെ വെട്ടിയെടുക്കാം. പൂവിലയൊക്കെ ഏകദേശം ഒരേമാതിരി തന്നെയാണ്. അത് നമ്മൾ ഇതുപോലെ മടക്കുക. പച്ച കുഴലുണ്ടാക്കി വെക്കുക. ആ കുഴൽ നമ്മൾ ഇതിൻ്റെ പുറത്ത് ഇതുപോലെ ഒട്ടിക്കുക. അതിൻ്റെ പുറകിലായിട്ട് ഈ കുഴൽ